മുസ്ലിം ആഘോഷങ്ങൾക്ക് പൊതുവേ പിറ കാണുക എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ പിറ കാണുന്ന ദിവസമാണ് അവരുടെ ഈ ദിവസം വരുന്നത്, ഈ ആഘോഷ ദിവസം വരുന്നത്. എന്താണ് ഈ പിറ? മുസ്ലിം സമുദായത്തിൽ ജനിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം, പക്ഷേ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അത് അറിയണമെന്നില്ല. പിറ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ടുകാലത്ത്, പ്രാചീന കാലത്ത് എല്ലാ ഉത്സവങ്ങളും, എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളും ഈ ആകാശഗോളങ്ങളുടെ ചലനം അനുസരിച്ചാണ്. അന്ന് കലണ്ടറും ക്ലോക്കും ഒന്നുമില്ല. അപ്പോൾ നാം കാലം മനസ്സിലാക്കുന്നത്, കടന്നു പോകുന്ന കാലങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ഈ ആകാശഗോളങ്ങളുടെ ചലനം അനുസരിച്ചാണ്. ഇപ്പോൾ ഈ ചെറിയ പെരുന്നാളിൻ്റെ ഇതും ഈ പിറ കാണുക എന്ന് പറയുന്നതും ഒരു കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ, ആ രണ്ടാമത്തെ കറുത്തവാവ് കഴിഞ്ഞ് ചന്ദ്രനെ ആകാശത്ത് കാണുന്ന ദിവസമാണ് അത് പൂർത്തിയാവുന്നത്. അതാണ് പിറ. ചന്ദ്രനെ കാണുന്ന ദിവസം അന്ന് ആണ് അത് ആരംഭിക്കുന്നവരുടെ ആഘോഷം. ഒരു നോയമ്പ് കഴിഞ്ഞ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ഹിന്ദുക്കൾക്കും അത് തന്നെയാണ്. അതായത് ഇപ്പം വിഷു വരുന്നു, വിഷുവിൻ്റെയും ഇത് തന്നെയാണ്, സൂര്യൻ്റെ ചലനമാണ് അത് കാണുന്നത്. അതായത് മേടരാശിയിലേക്ക്, രാശി എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കൂട്ടത്തിലേക്ക് സൂര്യൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നതാണ് മേടം 1, അന്നാണ് ഈ വിഷു. ഇത്രയേ ഉള്ളൂ. കാരണം അതിപ്രാചീന കാലത്ത് എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങളും ഈ ആകാശഗോളങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവർക്ക് അത് മാത്രമേ ഉള്ളൂ ആശ്രയിക്കാൻ, അത്രയേ ഉള്ളൂ.